സോ ഹായ് എവ്രി വൺ, ഐ എം അനീന. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മലബാർ ട്രീൽസ് എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ്. ആൻഡ് നമ്മുടെ കൂടെ ഇന്ന് വന്നിരിക്കുന്നത് മലബാർ ട്രീൽസിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട്. എന്താണ് മലബാർ ട്രീൽസ്? ഞാൻ ആദ്യം ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്തായിരുന്നു. അതിൽ കണ്ടത് ടെയിൽസ് ഓഫ് മലബാർ എന്ന് പറയുന്ന ഒരു ബുക്ക് ഇതുമായിട്ട് റിലേറ്റബിൾ ആയിട്ട് കണ്ടായിരുന്നു. ഏതെങ്കിലും രീതിയിൽ ഈ ബുക്കും ഈ സിനിമയും റിലേറ്റബിൾ ആണോ? അല്ല 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 അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ടെയിൽസ് ഓഫ് മലബാർ, ദീസ് ആർ ഓൾസോ ടെയിൽസ് ഫ്രം മലബാർ ഓർ ഫ്രം കേരള. സോ ഇറ്റ് ഈസ് ഓരോ കഥയും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ്. സോ ദീസ് ആർ ഓൾ ടെയിൽസ് ഓഫ് മലബാർ, ടെയിൽസ് ഫ്രം ആ ഹോംസ്. ഞാൻ ആദ്യം തന്നെ ലത ചേച്ചിയുടെ അടുത്ത് ചോദിക്കട്ടെ. എനിക്ക് ലത ചേച്ചിനെ കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമുള്ള ഒരു മുത്തശ്ശിയുടെ ഒരു ഫേസ് ആണ് വരുന്നത്. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? അതിനുശേഷം നമുക്ക് സിനിമയിലേക്ക് പോകാം. ദൈവത്തിന്റെ അനുഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പാരൻസിന്റെ ചായയിൽ ജനിച്ചുകൊണ്ടായിരിക്കും. എങ്ങനെയാണ് മാം ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? ഇതിന് മുന്നേ ഞാൻ അനിൽ കുഞ്ഞപ്പൻ സാർ ഇതിൻ്റെ ഡയറക്ടർ 2017 ആണെന്ന് എൻ്റെ ഓർമ്മ. ഓവർടേക്ക് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇയറാണ് ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. സാർ എവിടെയോ വെച്ച് കണ്ട സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞൊരു ചെറിയൊരു ക്യാരക്ടർ അതിനകത്ത് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സിനിമയിലോട്ട് ഫസ്റ്റ് വന്നത് ആ ഇയറാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. സാർ ആഡ് ചെയ്തൊരു സീൻ ഉണ്ടാക്കി എന്നെ അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ വിളിക്കുന്നത് ഈ സിനിമയിലാണ്. അപ്പോൾ ഇതിനകത്തൊരു ആന്തോളജി മൂവിയാണ്, ഒരു ഞങ്ങൾ മാത്രമായിട്ട് എടുക്കുന്നതാണ്, ഒരു ചെറിയ വർക്കാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്ത് തന്നെയാണെങ്കിലും സാറ് പറഞ്ഞതിൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഇതിനകത്ത് ശതാഭിഷേകം എന്ന് പറഞ്ഞിട്ട് 3ാമത്തെ മൂവിയായിട്ട് വരുന്നതിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിലൊരു ത്രൂ ഔട്ട് നല്ല ക്യാരക്ടറാണ്. അതൊരു കൂട്ടുകുടുംബമാണ്. എല്ലാം കുടുംബ കഥകളാണ്. ഒന്നിനോട് ചേർന്ന കഥയേ അല്ല, എല്ലാം വ്യത്യാസമായിട്ടില്ല. പക്ഷെ ഇതിനകത്ത് ഒരു ജോയിൻറ്റ് ഫാമിലിയിലെ അവിടെ മദറിൻലോ ഇല്ല, അല്ല മൂത്ത എടത്തിയമ്മയായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ത്രൂ ഔട്ട് റോൾ. ഞാൻ വളരെ അവിചാരിതമായിട്ട് വന്നതാണ് സിനിമയിൽ. മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ ലാലേട്ടൻ്റെ സിനിമ ഞങ്ങളുടെ കോളനിയിലായിരുന്നു ഷൂട്ട് ചെയ്തത്, നമ്മുടെ വീടായിരുന്നു. അപ്പോൾ 2 ബ്ലോക്ക് ഇങ്ങനെ നടുക്കാണ് മൊത്തം ഷൂട്ടിങ് ഓൾമോസ്റ്റ് എല്ലാം ചെയ്തത്. 45 ഡേയ്സോളം ഉണ്ടായിരുന്നു. അത് കോളനിയിലൊരു വലിയൊരു ഉത്സവം പോലെ ഞങ്ങൾ വന്ന് കാണുക. അതിൽ അങ്ങനെ കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് ചെറിയ റോൾ ചെയ്യുമെന്ന് വെച്ചാൽ. പക്ഷേ ആദ്യം ചോദിച്ച സമയത്ത് എനിക്ക് പേടിയായിരുന്നു, ഒരു ക്യാമറ ഫിയർ ഉണ്ടായിരുന്നു. പിന്നെ അവസാനമായപ്പോൾ എനിക്ക് ചെയ്യാനൊരു ഇഷ്ടം. അങ്ങനെ ഒരു 35ാമത്തെ ദിവസം എൻ്റെ ഒരു കുഞ്ഞു ഭാഗം ജിബു ജേക്കബ് സാറാണ് ചെയ്തിരിക്കുന്നത്. അതിലൊരു വേഷം ചെയ്തു. പിന്നെ അതിനകത്തെ ടെക്നീഷ്യന്മാർ ഓരോന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ മൂവി കിട്ടാൻ. അപ്പോൾ അങ്ങനെ ചെയ്ത് പിന്നെ കുറേ എണ്ണമായി. ബൈ ദ വേ, ഈ ഒരു ഏജിൽ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ളവർ എന്താണ് പറഞ്ഞത്? ഫാമിലിയൊക്കെ എങ്ങനെയായിരുന്നു? സപ്പോർട്ടീവ് ആയിരുന്നു? തീർച്ചയായിട്ടും സപ്പോർട്ടീവ്. എന്താ ഇഷ്ടമുള്ളത് ചെയ്യുന്നതിലൊന്നും വിരോധമില്ല. എൻ്റെ ഹസ്ബൻഡ് നല്ലോണം പ്രൊമോട്ട് ചെയ്യും. എനിക്ക് പിള്ളേരില്ല, ഹസ്ബൻഡാണ് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ബ്രദറും സിസ്റ്റേഴ്സ് ആണെങ്കിലൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, ഇല്ലോസും ഒക്കെ. അങ്ങനെ ഇപ്പം മലബാർ ടെയിൽസിലെത്തി നിൽക്കുന്നു. ഇനി അടുത്തത് എന്താണ് പുതിയ പ്രൊജക്റ്റ്? പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊരു നല്ല ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. ഒരു മുത്തശ്ശി ഇതായിട്ടുള്ള കഥയാണ്. പക്ഷെ അത് ഓണാവണം. അത് ഓണായാൽ കുറച്ച് നല്ലൊരു ക്യാരക്ടർ. എല്ലാത്തിലും ഇങ്ങനെ കുഞ്ഞു വേഷങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഒന്നിലും നമ്മൾ മനസ്സിലാവുന്ന പോലത്തെ വേഷമില്ല. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശരിക്കും മനസ്സിലാവാൻ ഉള്ളത് ചെയ്തത് ഇപ്പോൾ ഈ ആന്തോളജി മൂവിയാണെങ്കിലും ശതാഭിഷേകമാണ്. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. ആൻഡ് മൂവിങ് ടു സുമാന, എങ്ങനെയാണ് മലബാർ ട്രീൽസ് എന്ന സിനിമയിലേക്ക് എത്തിയത്? മലബാർ ടെയിൽസ് എന്ന സിനിമയിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, റൈറ്റർ അനിൽ കുഞ്ഞപ്പൻ ആൻഡ് ഫാമിലി കഴിഞ്ഞ ഒരു 15 years ആയിട്ട് ദേ ബീൻ ഫാമിലി ഫ്രണ്ട്സ്. കുറേയൊക്കെ ഇങ്ങനെ ഈ ചർച്ചകളിൽ ഈ സ്ക്രിപ്റ്റ് ഡിസ്കഷൻസും നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല ഐ ബീൻ ലൈക്ക് പാർട്ട് ഓഫ് ദെയർ ഫാമിലി. അപ്പോൾ പലപ്പോഴും പല സ്ക്രിപ്റ്റ്സൊക്കെ വരുമ്പോൾ ആശയങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഒരു പർദ്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ അകത്തുള്ള ഒരു കഥയിലെ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ കുട്ടിയുടെ അമ്മയായിട്ടാണ് എൻ്റെ റോളുള്ളത്. സോ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റും പലപ്പോഴും ഇങ്ങനെ നമ്മൾക്ക് ഫ്രണ്ട്സിനൊക്കെ 1-2 പേർക്ക് ഇങ്ങനെ വായിക്കാനും എങ്ങനെയുണ്ട്, ഹൗ ഡു യു തിങ്ക് ഒക്കെ ഉള്ളതൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ആളായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ വിശാഖപട്ടണത്താണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. അപ്പം മോളുടെ 10th എക്സാം കഴിഞ്ഞ് ഞാൻ വരാൻ നിൽക്കുകയാണ്. അപ്പം അവർ വെച്ചു, നീ 25-നാണ് എന്നാ വരുന്നത്? ഞാൻ 25th വരുന്നു. അവരാണെങ്കിൽ പിറ്റേ ദിവസം ഒരു ക്യാരക്ടർ ഉണ്ട്, പ്രോബ്ലി യു മൈറ്റ് ബി സൂട്ടബിൾ എന്ന് പറഞ്ഞു.
അപ്പോൾ ഐ ഹാഡ് റെഡ് ദ സ്ക്രിപ്റ്റ്, നീ വായിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ വേറെ ഒരു ക്യാരക്ടറും ഉണ്ടായിരുന്നു. അപ്പം ഐ നോ ഇതിനകത്ത് കുറച്ച് വികാരഭരിതമായ കാര്യങ്ങളുണ്ട്. സോ ഐ സെഡ് അത് വേണോ എന്ന് ചോദിച്ചു. നോ അപ്പം ഞങ്ങളല്ലേ ഉള്ളൂ, നമ്മൾ വീട്ടിലെ ആളുകളെ പോലെയല്ലേ, സോ ഇറ്റ്സ് ഓക്കെ. അനുപ്രിയ മകള് ക്രിയേറ്റീവ് ഡയറക്ടറും പറഞ്ഞു, ആൻറ്റി യു കം ഇറ്റ്സ് ഓൺലി യാസ് കാരണം എന്നെ സംബന്ധിച്ചിട്ട് ക്യാമറ വാസ് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ സ്റ്റേജിൽ സ്കൂളിൽ കോളേജിലൊക്കെ നമ്മൾ സ്റ്റേജിലും ഇതിലൊക്കെ ആയിട്ട് സജീവമായിട്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ക്യാമറ ഹാസ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം എന്നുള്ളത് എനിക്കറിയാം. സോ റിസ്ക് എടുക്കണോ, ബിക്കോസ് ആഫ്റ്റർ ഓൾ ഇറ്റ് ഇസ് ഹിസ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം വെൻ ഹീ ഈസ് കമ്മിങ് അപ്പ് വിത്ത് ദ പ്രോജക്ട് വി ഡോണ്ട് വാണ്ട് ടു ഗോ മെസ് അപ്പ്. So they said you come and try it out. It's our home. It's like our home thing, no? You would not feel like a difference. So I went and it so happened. Because I didn't feel where a strange environment. It would have been a bit of a thing. മാം പറഞ്ഞില്ലേ മാമിന് ഒരു മോളാണ് ഉള്ളത്. മലബാർ ട്രെയിൽസിൽ മാം ആണെങ്കിൽ ഒരു മകളുടെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു റിലേറ്റബിൾ? 100%. കാരണം ടീനേജർ ആയിട്ടുള്ള ഒരു കുട്ടി മലബാർ ടേസ്റ്റിലെ മകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു 4-5 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു അമ്മ മകൾ ടീനേജിലുണ്ടാവുന്ന കുട്ടികളുടെ ഒരു ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ്, ആ ഒരു അമ്മയായിട്ടുള്ളൊരു കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ തീർച്ചയായിട്ടും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ and the story is very beautiful story. Any mother can relate to. And ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് നോക്കുമ്പോൾ ആ പ്രായത്തിലുള്ള കുട്ടികൾ കടന്നു പോകുന്ന സംഭവങ്ങൾ. അപ്പോൾ അതിലേക്കൊക്കെ ഒരു നല്ല വെളിച്ചം വീശുന്ന അല്ലെങ്കിൽ ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണ്. സോ ഇറ്റ് വാസ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. താങ്ക് യു. മൂവിങ് ടു മിസ്റ്റർ അൻവർ, ഈ സിനിമയിൽ ഏത് മൂവിയാണ് ചെയ്യുന്നത്? ചെമ്പ് എന്ന് പറയും. ചെമ്പ്, ഓക്കെ. അതും മലബാർ ഏരിയയിൽ കണക്റ്റഡ് ആകുന്ന രീതിയിൽ. എല്ലാ സിനിമകളും മലബാർ ഏരിയയിലെ കഥകൾ തന്നെയാണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ എക്സ്പീരിയൻസ്? സിനിമ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ഉണ്ട്, വെച്ചാൽ ഇതിൻ്റെ ഡയറക്ടറുടെ മകളുണ്ട്. അവർ മുഖേനയാണ് ഞാൻ ഈ പടത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിൽ നിന്നുള്ള പരിചയമാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങളിങ്ങനെ പെർഫോമൻസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, അങ്ങനെ ഈ പടത്തിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അങ്ങനെ അച്ഛന് നമ്പർ കൊടുത്തു. അങ്ങനെ ഡയറക്ടറായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ എന്താണെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ അവർ ഒരു ദിവസം നേരിട്ടിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അവരെ ഫ്ലാറ്റിൽ പോയി അവിടെ ഇരുന്ന് ഇതിൻ്റെ കഥ പറഞ്ഞു തന്നപ്പം നമുക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ്, പക്ഷെ അത് ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അങ്ങനെ അറിയുമെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ഒരു നടന്നു പോയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ കഥ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണെന്ന് തോന്നി. പിന്നെ അതുമല്ല, എനിക്ക് ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ റിലേറ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും തോന്നി. പിന്നെ ചെയ്തു വന്ന കുറച്ച് ഇത് ഉണ്ടായിരുന്നു, കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു ആ സാധനം ചെയ്തു വരുമ്പോൾ. പിന്നെ ഇവരെല്ലാവരും ഒരു ഫാമിലി ആയതുകൊണ്ട് നമുക്ക് കംഫർട്ടായിരുന്നു ചെയ്യാൻ ഭയങ്കര. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പിന്നെ എന്തുണ്ടെങ്കിലും നമുക്ക് ഓപ്പണായിട്ട് ചോദിക്കാം. അപ്പം അങ്ങനെയൊക്കെ വന്ന് ചെയ്തു വന്നപ്പം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി തുടങ്ങിയപ്പം. അതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്നാണ് വിശ്വാസം. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഈ സിനിമ. ഓക്കെ, മൂവിങ് ടു പ്രസീത, എങ്ങനെയുണ്ട് ഈ സിനിമയുടെ എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാമോ? ആൻഡ് ഓൾസോ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് ഐ തിങ്ക് ഐ ആം ദ ലാസ്റ്റ് വൺ ടു എൻ്റർ ഇൻ ടു ദിസ് ഫാമിലി. ഇതിൽ ഐ തിങ്ക് ശതാഭിഷേകത്തിൽ ചെയ്ത ഒരു ജീത്തു പറഞ്ഞൊരു ആർട്ടിസ്റ്റ് മുഖേനയാണ് ഞാൻ ഇതിലോട്ട് എത്തപ്പെടുന്നത്. അങ്ങനെ കഥ അറിഞ്ഞിട്ട് വന്നതൊന്നുമല്ല. പിന്നെ ബംഗ്ലോ എന്ന് പറഞ്ഞൊരു മൂവിയാണ് ഇതില് ത്രോട്ട് ഉണ്ടെങ്കിലും വളരെ സട്ടിലായിട്ട് അഭിനയിച്ച് പോകേണ്ട ഒരു ക്യാരക്ടറാണിത്. ആ മൂവിയുടെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട്, അതായത് നമ്മുടെ നാട്ടില് വലിയ വലിയ സൗധങ്ങൾ പണിതിട്ട് അബ്രോഡ് അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തൊക്കെ വർക്ക് ചെയ്യാണ് നമ്മൾ. വീട്ടിൽ ആരും ഉണ്ടാവില്ല. അറ്റ് ദ സെയിം ടൈം വീടില്ലാത്തവരും കുറേ പേരുണ്ട് നമ്മുടെ നാട്ടിൽ. പിന്നെ ഒരു ടൈം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പം, ആരുമില്ലാത്ത വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ഒരു 1 day എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. വളരെ മിസ്റ്റേക്ക് ബട്ട് വളരെ കോമഡി ആയിട്ട് പോണ ഒരു ഇതാണത്. എല്ലാം വളരെ സൈലന്റ് ആയിട്ട് സട്ടിലായിട്ട് പോകുന്നതാണ്. അല്ലല്ല ഭയങ്കര ആക്ട്
സെൻസിറ്റീവ് മൂവിയാണത്. എനിക്ക് ചെയ്യേണ്ട ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പക്ഷെ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് ചെയ്യാനുള്ളതല്ല, സട്ടിലായിട്ട് ഞാൻ ചെയ്തു പോകേണ്ട കാര്യങ്ങളാണത്. നിങ്ങളെല്ലാവരും കോഴിക്കോട്, മലബാർ, വടക്കൻ ഏരിയ ഉള്ളവരാണോ? മലബാർ ഏരിയ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മലബാർ ഭാഷയെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഓഫ് കോഴ്സ് യു ആർ കമ്മിങ് ഫ്രം വൈശാഖ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ മലബാർ സ്ലാങ്ങിലേക്ക് മൂവ് ചെയ്ത്? സ്ലാങ് അങ്ങനെയൊന്നുമില്ല. ഞാൻ കോഴിക്കോടാണ് സ്വദേശം, അപ്പൊ എനിക്ക് ലാംഗ്വേജ്, പക്ഷെ സ്ലാങ്ങിന്റെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും മൂവീസിൽ അങ്ങനെ. പക്ഷെ ഇത് മലബാർ ഏരിയയിൽ മാത്രമല്ല, ഇത് റിലേറ്റബിൾ ആണ്, എവിടെയും ഇത് നടക്കാവുന്നതാണ്. സോ ഹാപ്പൻ, കാരണം മൂവിയുടെ ടൈറ്റിൽ അവിടുന്നായിട്ടാണ് കാണിച്ചിട്ടുള്ളത് മാത്രം. ആ ഏരിയ മലബാർ ഏരിയയിലായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെയും സംഭവിക്കാവുന്നതാണ്. ഈ മലബാർ ടെയിൽസ് എന്ന് പറയുന്ന സിനിമയിൽ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, കുറേ ആളുകളുടെ ഒപ്പം ഒരുമിച്ചാണ് ജോലി ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പുതിയ പുതിയ അനുഭവങ്ങളാണ് ഓഫ് കോഴ്സ്, അല്ലേ? ഇനി ഇതേപോലെ തന്നെ ഒരു അന്തോളജി വന്നു കഴിയുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതുപോലെ ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ്, ഓഫ് കോഴ്സ് നല്ലൊരു അതെ അതെ ഒരു ഹോംലി എൻവയൺമെന്റ്. സോ എന്നെ സംബന്ധിച്ച് ഇറ്റ് വാസ് മൈ ഫസ്റ്റ് മൂവി പ്രോജക്റ്റ്. അപ്പോൾ ഐ വുഡ് എക്സ്പെക്ട് എല്ലാ സ്ഥലവും ഇങ്ങനെ എന്താണ് വളരെ ഹോംലി, വളരെ ഫ്രണ്ട്ലി ആയിരിക്കും എന്നുള്ള സ്വാഭാവികമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. അതെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി കംഫർട്ടബിൾ വർക്കിംഗ്. അതെ, ഒരു ഫാമിലി പോലെ ആയിരുന്നു. കാരണം ഈ അനിലേട്ടനും ഡയറക്ടറും അവരെ ഭാര്യയും ഭർത്താവും മകളും മകനും ഒക്കെ ഇതിൽ നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ചേർന്നപ്പോൾ ആ ഫസ്റ്റ് പരിചയപ്പെടുന്ന ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഷൂട്ടിംഗ് ആണെന്നുള്ളൊരു തോന്നില്ല. നമുക്കൊരു ഫാമിലി പോലെയാണ് പോയിരുന്നത് കാര്യങ്ങളൊക്കെ, അവരുടെ വീട്ടിലായാലും പിന്നെ ലൊക്കേഷനിലായാലും ഒക്കെ. അതുകൊണ്ട് കംഫർട്ടായിരുന്നു, ഭയങ്കര കംഫർട്ടായിരുന്നു വർക്ക് ചെയ്യാൻ. മലബാർ ടെയിൽസ് എന്ന് പറയുന്ന സിനിമയിലെ 4 സിനിമകളുണ്ട്. ഈ 4 സിനിമകളിലെ 5 സിനിമകളുണ്ട്. നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ സാറിന്റെ മകൾ എഡിറ്ററും, ഈ ഫിലിമിന്റെ എഡിറ്ററാണ്. അച്ഛൻ മകൾ എന്ന റിലേഷനിലുപരി വളരെ ഒരു എന്താ പറയാ, ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് അവരെ അവിടെ വർക്ക് ചെയ്യുക. അപ്പൊ അതിൽ അനുപ്രിയ കൂടെ ബ്രേക്കപ്പിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അനുപ്രിയ പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു വന്നതാണ്. ആ കുട്ടിയൊക്കെ എനിക്ക് ചെറുപ്പം മുതലേ അറിയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫാമിലീസിലൊക്കെ കാണുമ്പോൾ ഓക്കെ ബ്രില്യൻ്റ് ആയിട്ട് സയൻസിലും മാത്സിലും ഒക്കെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ നേരെ എഞ്ചിനീയറിങ്ങിനും ഇതിനൊക്കെ അങ്ങനെയാണല്ലോ പോകുന്നത്. എസ്പെഷ്യലി അനിൽ, അച്ഛൻ, അതായത് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ഡയറക്ടർ, ഹീസ് ബീൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു പ്രോജക്റ്റ് ആകാതെ ഓൾമോസ്റ്റ് ഓൺ ആകും എന്ന് പറയുന്നത് അങ്ങനെ 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 ഡിലേ ആയി കുറേ വർഷങ്ങൾ, ഓൾമോസ്റ്റ് 15-20 ഇയേഴ്സ് ആയത്. അപ്പോൾ അങ്ങനെ നിൽക്കെ മകൾക്ക് മൂവി പഠിക്കണം എന്നൊരു ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ആൻഡ് അമ്മ ദി ക്രിയേറ്റീവ് എന്താണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള അമ്മ, ഷീ ഈസ് എ ടീച്ചർ. +2 കുട്ടികൾക്കൊക്കെ അവർക്ക് ദേ ഹാവ് എ ഡോക്ടറേറ്റ് ഉണ്ട് ബയോകെമിസ്ട്രിയിൽ. സോ അങ്ങനെയുള്ളവരോ അമ്മ, സോ ജനറലി we would all expect their kids to go to അങ്ങനെയല്ലേ. പക്ഷെ ആ കുട്ടിയുടെ പാഷൻ സിനിമയാണെന്ന് മനസ്സിലാക്കി അവളെ ഫിലിംസ് പഠിക്കാൻ വേണ്ടി വിട്ടു. when she came back they thought they'll make അങ്ങനെ ഒരു പ്രോജക്റ്റ് നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു പാഷൻ്റെയും പെർസിവിയറൻസിൻ്റെയും ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു മലബാർ ടെയിൽസ്. ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ നമുക്ക് പരിചയമായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് മുഖങ്ങളാണ്. നമുക്ക് പരിചയമാകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എന്തൊക്കെയായിരുന്നു ചെയ്തത്? ഞാനൊരു ട്രാവൽ സംരംഭമുണ്ട് വിശാഖപട്ടണം ബേസ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ടൂർസ് ചെയ്യുന്നു, ഇക്കോ സ്റ്റേസ്, അതിൻ്റെ നെറ്റ്വർക്ക്സ് ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റാർട്ടപ്പാണ്, കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. അപ്പം അതിൻ്റെ ജേർണിയിലാണ് ഉള്ളത്. പാരലലി ഇറ്റ് ഗോസ്. അപ്പോൾ ഈ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ടു മാം ഹൗസ് വൈഫ് ആയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇഷ്ടം തോന്നി, സിനിമയിൽ വന്നു, ഫാമിലിയുടെ ഓക്കെ. ഞാൻ ഈ ഫീൽഡ് തന്നെയാണ്, ഫിലിം ഫീൽഡ് തന്നെയാണ്. ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അസിസ്റ്റൻ്റായിട്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പടത്തിൽ കൺട്രോളറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കൊറിയോഗ്രാഫി പരിപാടി അതും ചെയ്യുന്നുണ്ട്. ഇതന്നെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ആക്ടിങ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ആണ് അഭിനയിച്ചു തുടങ്ങിയത്. ഇനിയിപ്പോൾ ഒരു 2 പടം റിലീസ് ആവാനുണ്ട്, ഷൂട്ട് കഴിഞ്ഞത്. അതിൽ ഒരെണ്ണത്തിൽ അത്യാവശ്യം ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. പിന്നെ വേറൊരു പ്രൊജക്റ്റ്, 2 പ്രൊജക്റ്റ് ഇപ്പം നിൽക്കുന്നുണ്ട്. ഒരെണ്ണം പ്രീ പ്രൊഡക്ഷൻ നടക്കുകയാണ്, ഒരെണ്ണത്തിൻ്റെ സ്ക്രിപ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വന്തമായിട്ട് എനിക്ക് ആക്ടിങ് ആണ് കൂടുതലും താല്പര്യം. പക്ഷെ എന്നാലും ബാക്കിയുള്ള സൈഡ് എപ്പോഴും ഈ ഫീൽഡിൽ തന്നെ
നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ടെന്ന് മാത്രം. എനിക്ക് ഇത്ര ലക്കൊന്നുമില്ല. ലതേച്ചി ഒരു സെറ്റിൽ നിൽക്കുമ്പം വന്ന് അഭിനയിക്കോ ചോദിച്ചു, അവരോട് ചോദിച്ചു, അങ്ങനത്തെ ലക്കൊന്നും ഇല്ലാത്ത ആളാണ്. അഭിനയമാണ് എനിക്ക് ചെയ്യേണ്ടത് എന്ന് റിയലൈസ് ആയ മൊമെന്റ്. ഇപ്പോൾ അവർ പറഞ്ഞ പോലെ പഠിക്കുന്നു, ജോലി ചെയ്യുന്നു. ഞാനൊരു ആയുഷിന്റെ മെഡിക്കൽ ഓഫീസറായിട്ട് കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നേ ബാംഗ്ലൂരായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്യാൻ സിനിമ ഇഷ്ടമാണ്. സ്കൂൾ ലെവലിലൊക്കെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിലൊക്കെ നമുക്ക് എ ഗ്രേഡ് ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് 30 മാർക്ക് കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ടെന്നല്ലാണ്ട്. ബട്ട് ദ മൊമെന്റ് ഐ റിയലൈസ് എനിക്ക് അഭിനയമാണ് ചെയ്യേണ്ടത് തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ്. ഈവൻ എനിക്കൊരു എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് മനസ്സിലായ പിന്നെ ഞാൻ എൻ്റെ മെയിൻ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് എനിക്ക് ഈ ഒരു പാർട്ട് ടൈം ജോബ് ആയുഷിൻ്റെ മെഡിക്കൽ ഓഫീസറായിട്ട് കോട്ടയ്ക്കൽ വർക്ക് ചെയ്യാണ് കിട്ടി. ഫ്രം ദെൻ ഓൺവേർഡ്സ് ഞാൻ അധ്വാനിച്ച് ഓഡിഷൻസിൽ പോയി ഉണ്ടാക്കിയെടുത്ത ചെറിയ ചെറിയ കണക്ഷനിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇതാക്കിയത്. ആദ്യമൊക്കെ ഓഡിഷന് പോയിട്ട് സെലക്ട് ചെയ്യാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കൊച്ചവ പൗലോ അയ്യപ്പോ കൊല്ലോ പറഞ്ഞൊരു ഉദയ പ്രൊഡക്ഷൻസിന്റെ ഏകദേശം ഒരു 1500 പേരൊക്കെ വന്നിട്ടുണ്ടാവും. അത്രയും സോ കോൾഡ് ബ്യൂട്ടിഫുൾ, നമ്മള് കോൺഫിഡൻസ് കളയുന്ന എല്ലാവിധ ആൾക്കാരും ഉണ്ട്. ബട്ട് അതിൽ സെലക്ട് ആയി. കാണുന്നുണ്ടെങ്കിൽ സോങ് കട്ടിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളു. എനിക്ക് എന്നെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കണം. അവസ്ഥയിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ കണക്ഷൻസ് ഉണ്ടാക്കി എടുത്ത ജേണി തന്നെയാണ്. എപ്പോഴും സ്ട്രഗ്ലിങ്. ഇപ്പോൾ ലാസ്റ്റ് റിലീസായത് ആവേശത്തിലൊരു ചെറിയ പോർഷൻ, പക്ഷെ അത് റീൽസ് ആയിട്ട് വൈറലായി പോയി. ഒന്ന് പോയുടെ ചേർക്ക യൂണിഫോം വരുന്ന ചോദിച്ച കുട്ടികളോട് ഒന്ന് പോയുടെ മാമായിരുന്നോ? അങ്ങനെ റീൽസ് ആയിട്ട്. അതെ. പിന്നെ ഇനി ലാസ്റ്റ് എനിക്ക് പ്രതീക്ഷയുള്ളത് ഒരു ക്യാരക്ടറോട് കിട്ടിയിരിക്കുന്നത് ലാസ്റ്റ് ഇപ്പൊ റിലീസ് ആവാൻ പോണേ ഉള്ളൂ. അത് മേ ബി ഫെബ്രുവരി ഓർ മാർച്ച്. പ്രജേഷ് സെൻ ആസിഫ് അലി സാറിന്റെ ഒരു മൂവി ഉണ്ട്, ഹൗഡിനി ദ കിങ് ഓഫ് മാജിക് എന്ന് പറഞ്ഞിട്ട്. അതിലൊരു ക്യാരക്ടർ റോൾ ഉണ്ട്. പിന്നെ ലൂസിഫറിൽ തല കാണിച്ചിട്ടുണ്ട്. എമ്പുരാനിലൊന്നുമില്ല. പിന്നെ രാംലീലയിൽ തല കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ മൂവീസിൽ അവിടെ ഇടയ്ക്ക് ഇട്ട് ഇത്രയും സ്ട്രഗിൾസ് അനുഭവിച്ച് ഇപ്പൊ മലബാർ ടീൽസിലേക്ക് നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? മലബാർ ടീൽസിലോട്ടുള്ള അത് സ്ട്രഗിൾ ആയിരുന്നില്ല, അത് ജസ്റ്റ് എ ഫോൺ കോൾ ആയിരുന്നു. മലബാർ ടീൽസിൽ ഞാൻ എത്തിപ്പെട്ടതാണ്. എങ്ങനെയായിരുന്നു അത് ഞാൻ അതേ പറഞ്ഞു. അത് ഒരു തിയേറ്റർ റിലീസ് ആവുന്ന അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അത് OTT-ക്കാണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ OTT-യിൽ നിന്ന് ഞാൻ പറഞ്ഞു, അമ്മ ഒരു സ്കോളർ, അവിടെ കാലിക്കറ്റിൽ അറിയപ്പെടുന്ന ഒരു കെമിസ്ട്രി ടീച്ചറാണ്. അച്ഛൻ മൂവിയിലോട്ട്. അനുപ്രിയ ഇസ് വെരി എൻതൂസിയാസ്റ്റിക്, വെരി കീൻ, വെരി എനർജറ്റിക് ബണ്ടിൽ ഓഫ് ഗേൾ. ഇതൊരു ഫാമിലിയിൽ നിന്നും ഉണ്ടായതാണ്. അത് വളർന്ന് ഇപ്പോൾ ഈ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് തിയേറ്റർ റിലീസിലും അത് എന്തെങ്കിലും ആവുന്നുള്ളത്. ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട് ഈ സിനിമ വളരെ സക്സസ്ഫുൾ ആയി തീരുമെന്ന്. അഫ്കോഴ്സ് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് നിങ്ങളുടെ കോൺഫിഡൻസ് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത്. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇനി നേരെ വിശാഖയിലേക്ക് തിരിച്ചു പോവുകയാണോ അതോ ഇനി ഇവിടെ തന്നെ സിനിമയിലേക്ക് ഫോക്കസ് ചെയ്യാനാണോ താല്പര്യം? എന്താണ് ഇത് എന്നെ സംബന്ധിച്ചിട്ട് മലബാർ ടൈൽസ് റിലീസ് ആവട്ടെ, റെസ്പോൺസസ് കാണട്ടെ. വർക്ക് പാരലലി ഒരു സംരംഭമല്ലേ, അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഫോക്കസ് ഉണ്ടായേ പറ്റുള്ളൂ. നമുക്ക് അതോടൊപ്പം നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യണം. ദിസ് ഇസ് സംതിങ് വിച്ച് ഐ ലൈക്ക്. അപ്പം നല്ല പ്രോജക്ട്സിൻ്റെ ഭാഗമാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. സോ ആ ബാലൻസ് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ ഫാമിലി ഉണ്ട്, മകളുണ്ട്. സോ ഇറ്റ്സ് എ ജഗിൾ ഓൾവേസ്. ലെറ്റ് മീ ആസ്ക് എ ലെയിം ക്വസ്റ്റ്യൻ. ഈ മാം പറഞ്ഞായിരുന്നു ലൈക്ക് ഒത്തിരി സ്ട്രഗിൾസിലൂടെയാണ് ഇന്ന് മലബാർ ടീൽസ് വരെ എത്തി നിൽക്കുന്നതിന്. മാമിനാണെങ്കിൽ ജസ്റ്റ് ഒരു ഫോൺ കോളിൽ മാത്രം കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മലബാർ ടീൽസ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പറയില്ല, കാരണം ഐ ഹവ് ബീൻ പാർട്ട് ഓഫ് ഫോർ മീ. എന്താണ് നമുക്ക് സിനിമകൾ നമ്മളൊക്കെ ഒരു കലാപരമായ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ നമ്മൾ വെള്ളിത്തിരയിൽ സിനിമ കാണുന്ന സമയത്ത് കൊള്ളാലോ ആ ക്യാരക്ടർ നമ്മളെങ്ങനെ ഇരിക്കുമ്പോൾ. കാരണം അഭിനയം ഞാനൊക്കെ നാടകത്തിലൊക്കെ കുറേ അങ്ങനെയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും എനിക്കൊരു തിയേറ്റർ പ്രൊഡക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോയി. പിന്നെ കഴിഞ്ഞ വർഷം ഞാനൊരു സോങ് പ്രൊഡ്യൂസ് ചെയ്ത് പാടി ഡയറക്റ്റ് ചെയ്ത് യൂട്യൂബിൽ ചെയ്തപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള നമ്മുടെ ആ പാട്ടൊന്ന് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാടാമോ? ഞങ്ങൾ ശ്രീ PK ഗോപി, നമ്മുടെ ലിറിസിസ്റ്റ് ശ്രീ PK ഗോപിയുടെ ഒരു ഗാനമാണ്. അപ്പോൾ ആ ഗാനം
കേക്കണ്ടേ? നിങ്ങൾക്ക് എല്ലാവർക്കും കേക്കണ്ടേ? Yes, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് കേൾക്കാം. അറിവ്, പുതിയ അറിവാണ്, പാട്ട് കേൾക്കുമ്പോൾ. ശരിയായിട്ടില്ലെങ്കിൽ എന്നെ ഒന്നും ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് പാട്ട് കേട്ടാ മതി. അക്ഷരം കൊണ്ടെൻ്റെ മുറ്റത്ത് ഞാനൊരു പുഷ്പവനമൊരുക്കാം, ഞാനൊരു പുഷ്പവനമൊരുക്കാം. അതിൽ ചിത്രശലഭമായി പാറിപ്പറന്നുവ പുത്തനുഷസ്യേ. So he wrote the song somehow, എന്താണ് ഐ വാസ് ദി ഓപ്പർച്യൂണിറ്റി. ഞാനൊരു ട്രയലായിട്ട് പാടിയായിരുന്നു. അപ്പം പാടാൻ പറഞ്ഞ തന്ന സമയത്ത് ഐ എം നോട്ട് എ ഗ്രേറ്റ് സിംഗർ, അപ്പം നന്നായി ചെയ്യണം എന്ന് തോന്നി. പിന്നെ അതങ്ങനെ ഇവോൾവ് ആയി. എൻ്റെ ഒരു ഫ്രണ്ട് മ്യൂസീഷ്യൻ അത് കമ്പോസ് ചെയ്തു. സോ ഐ വാണ്ടഡ് എന്താണ് സംബഡി എൽസ് ടു സിംഗ് ഇറ്റ് പ്രോപ്പർലി. പിന്നെ അത് നല്ലൊരു കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്തുള്ള ഒരു നല്ലൊരു ഒരു ഗീതം പോലെയായിരുന്നു അവർക്ക് ക്യാരി ഓൺ ചെയ്യാൻ. ആൻഡ് ഇറ്റ്സ് റിട്ടൺ ബൈ മിസ്റ്റർ PK ഗോപി, നമ്മുടെ മലയാളത്തിൻ്റെ കവി. അപ്പോൾ അത് നാലാൾ കേൾക്കണം, അത് ഷെൽഫിലിരുന്ന് പോകരുത് എന്നുള്ളൊരു ഇതുണ്ട്. സോ പിന്നെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഐ കോൾഡ് കപ്പിൾ ഓഫ് എൻ്റെ ഒരു ഫിലിം ഫ്രണ്ട് സുനിലിനെ വിളിച്ചു. ഹൗ ഡു വി ഡു ഇറ്റ്, നമുക്കറിയില്ലല്ലോ. സോ ഹി സെഡ് ഓക്കെ. അപ്പോൾ ഞാനൊരു ചെറിയൊരു 0 ബഡ്ജറ്റ് ആശയമൊക്കെ പറഞ്ഞു, ഇങ്ങനെ ചെയ്താലോ. So he said, okay, I'll send you 1 or 2 people from my people, but നീ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നു. പിന്നെ നമ്മൾ നിവൃത്തിയില്ലാണ്ടാകുമ്പോൾ നമ്മളൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്തതാണ്. ബട്ട് ഇറ്റ് കെയിം ഔട്ട് വെൽ. പീപ്പിൾ യൂട്യൂബിൽ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഒരു പാഷൻ പ്രോജക്ട്സ് പോലെ കുഞ്ഞു നമ്മൾ ചെയ്യുമായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് ഇത് എല്ലാത്തിലും കുറച്ചുകൂടെ ആക്റ്റീവ് ആയത്. വിവാഹത്തിന് മുന്നേ ബാലൻസ് ഓൾവേസ് നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുമല്ലോ. പൊതുവെ സ്ത്രീകൾക്ക് പറ്റുന്നൊരു സംഗതിയാണല്ലോ. നമ്മൾ നമ്മുടെ ലിമിറ്റ്സിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ചോദിക്കാനാണ് പ്രസീത മാമിനോടാണ്. മാം, എല്ലാവരും കുടുംബവിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാമിൻ്റെ കുടുംബവിശേഷങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ അച്ഛനും അമ്മയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ആയ ആളുകളാണ്. യൂണിവേഴ്സിറ്റിയുടെ തുടക്കകാലത്തിൽ മേ ബി അവിടെ ഞാൻ കയറാൻ ബാക്കിയില്ലാത്തൊരു മരം പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ഏരിയ ആണ് അത്. മാരീഡ് ആൻഡ് സെറ്റിൽഡ് ബാംഗ്ലൂരാണ്. ഇപ്പോഴും ഞാൻ ഇങ്ങോട്ട് നാട്ടിലോട്ട് തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിക്കും. എനിക്ക് ഇങ്ങനെ ഒരു പ്രാന്ത് കയറൊന്നും എനിക്ക് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ബാംഗ്ലൂരിലായിരുന്നു ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ട് നിന്നിരുന്നത്. പിന്നെ ആഫ്റ്റർ ഡെലിവറി സിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ വൺസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആ റിയലൈസേഷൻ വരികയാണ്. ഫസ്റ്റ് ഞാൻ ചെയ്തത് KL 1010 എന്ന് പറഞ്ഞൊരു സിനിമയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജേണിയാണ്. എനിക്കൊരു മോളുണ്ട്, 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഹസ്ബൻഡ് ഇപ്പം അവനാണ് ബുദ്ധിമുട്ട്, വരിക പോവുക. സപ്പോർട്ടീവ് അല്ലേ? ഓഫ് കോഴ്സ്. ഹസ്ബൻഡ് മാത്രമല്ല, ഹസ്ബൻഡിൻ്റെ അമ്മയും സപ്പോർട്ടീവാണ്, വീട്ടിലെല്ലാവരും സപ്പോർട്ടീവാണ്. അപ്പോൾ ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ മാത്രമൊന്നും എവിടെ എത്തിയിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത വരാറുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറ്റം പറയാനൊന്നുമില്ല. ജോലി ചെയ്തു, ഞാൻ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്, ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിലൂടെ നോക്കുന്നുള്ളൂ. അപ്പോൾ ആരും കുറ്റം പറയാനൊന്നുമില്ല. ഐ എം സ്റ്റിൽ സെർച്ചിങ്. സോ ബൈ ദ വേ, ഈ മലബാർ ടീൽസ് എന്ന സിനിമ, ഈ ആന്തോളജി പടം ഞങ്ങൾ പ്രേക്ഷകർ കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ റീസൺ എന്താണ്? ഞങ്ങൾ അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഞങ്ങൾക്ക് ലഭിക്കാനുള്ളത്? ഒന്ന് എല്ലാവരും വിളിച്ചു. ഒന്ന് എല്ലാ തരം ആൾക്കാരുടെ ഫാമിലിയായിട്ടും ഒരു കണക്ഷൻ ഉണ്ട് ഈ പടത്തിന്. എല്ലാ ഫാമിലിക്കും പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ മുന്നേ പല ഫാമിലീസിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം, ചില ഫാമിലീസിലൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയൊക്കെ ഉള്ള കഥ. അത് പെട്ടെന്ന് റിലേറ്റ് ആവും, ഇതാവും, കണക്ഷൻ കിട്ടും നമുക്ക് കാണുന്ന ആൾക്കാരുമായിട്ട്. എല്ലാവർക്കും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കഥകളാണെങ്കിലും നമുക്ക് വളരെയധികം റിലേറ്റ്. സാധാരണ കഥകളാണ്. നമ്മൾ സാധാരണ കുടുംബം, ഇതിന്റെ ഒരു സാധാരണ കുടുംബം എടുത്തൊരു കഥയാണ്, പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തൊരു കഥയാണ്. 5 സാധാരണ കുടുംബങ്ങളിലെ കഥകളാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാം. 5 വ്യത്യസ്തമാണ് നടക്കുന്നതാണ്. ഓരോന്ന് കാണുമ്പോൾ ഇത് ശരിയാ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ളതുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ചെറിയ ബഡ്ജറ്റ് മൂവിയാണ്, വലിയ ആർട്ടിസ്റ്റുകളൊന്നുമില്ല. അതാണ് ഇതിന് ആരോഗ്യമുള്ള ഒരു ഓഡിയൻസിനെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം
അത് ഇവിടെ എത്തി നിൽക്കുമ്പം നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ആ രീതിയിൽ. പക്ഷെ ഡയറക്ടോറിയൽ ടീമിന്റെ പാഷൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അവരുടെ എനർജി, അവരുടെ പാഷൻ ഇൻക്രെഡിബിൾ. അതിന് ഒരു 3 സോങ്സ് എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ മാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ എങ്ങനെയാണ് കൈൻഡ് ഓഫ് റിലേറ്റബിൾ ആകുന്നതെന്ന്. സിനിമയിലാണെങ്കിൽ അമ്മയും മോളും, ലൈഫിലും അമ്മയും മോളും. നിങ്ങൾ 3 പേർക്കും എങ്ങനെയാണ് മലബാർ ട്രെയിൽസ് റിലേറ്റബിൾ ആകുന്നത്? എൻ്റെ ഗ്രാൻഡ് മദറാണത് സിനിമയിൽ. ഞാൻ 2 ചെറിയൊരു ഭാഗം ചെയ്തു. ഒരു മരിക്കുന്ന സീന്, ഗ്രാൻഡ് മദർ മരിക്കുമ്പോൾ ഒരു പണ്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഒരു രഹസ്യം പറയാണ്. ഒരു രഹസ്യം ഈ ഗ്രാൻഡ് സണ്ണിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ആ കഥയെ കൂടെ പറയാ. പിന്നെ അത് എന്താണെന്നുള്ളത് അവസാനം കാണിക്കുള്ളൂ. അതാണ് ഇപ്പൊ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, ഞങ്ങൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ടോളാം. ആൻഡ് ബൈ ദ വേ, താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ കമ്മിങ് ഹിയർ ആൻഡ് താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ ആക്സെപ്റ്റിംഗ് അവർ ഇൻവിറ്റേഷൻ. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഈ ഒരു സിനിമ വൻ വിജയമായി തീരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സ്ട്രഗിൾസും നിങ്ങളുടെ എല്ലാവരുടെയും ഹാർഡ് വർക്കും ഏറ്റവും സക്സസ്ഫുൾ ആയി തീരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.